ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യോവേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. യോവേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹൂദ ജനത്തോട്, അന്നുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവത്തോട് നിലവിളിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, സഭയിൽ മൂപ്പന്മാരെ കൂട്ടിവരുത്തണം, സഭായോഗം വിളിക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനത്തിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിലും സംസാരിക്കുവാനുണ്ട്. ദൈവം പറയാണ്, എന്നെ വിട്ടുപോയ ജനത്തെ കൂട്ടി മടക്കി വരുത്തണമെങ്കിൽ ദൈവസന്നിധി നിലവിളിക്കുവാൻ ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തെ വിട്ടകന്നുപോയ ഒരു കൂട്ടം ജനത്തോട് ദൈവം സംസാരിക്കുകയാണ്, ദൈവം മുന്നറിയിപ്പ് നൽകിയാണ്. ഈ പ്രവചന ഗ്രന്ഥത്തിൻ്റെ കാതലായ വിഷയമെന്ന് പറയുന്നത് ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നുണ്ടായിരുന്ന യഹൂദ ജനത്തോട് അവരുടെ കഠിനമായ പാപത്തിൻ്റെ പരിണിത ഫലമായി ദേശത്തുണ്ടായ അനർത്ഥത്തെക്കുറിച്ച് അവരൊന്ന് ചിന്തിക്കുവാൻ ഇടയായിത്തീരണമെന്ന്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് മുന്നറിയിപ്പ് നൽകിയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം ന്യായവിധി അയക്കുന്ന ദൈവമാണ്. ഈ ദേശത്ത് സംഭവിച്ചിരിക്കുന്ന ഭയാനകമായ നാശത്തെക്കുറിച്ച്, നഷ്ടത്തെക്കുറിച്ച് ദൈവം ആ ജനത്തെ ഒന്ന് ഉണർത്തിക്കുവാൻ വേണ്ടി, അവരുടെ കണ്ണൊന്ന് തുറക്കുവാൻ വേണ്ടി, അവരുടെ ഹൃദയം ദൈവത്തിങ്കലേക്കൊന്ന് തിരിക്കുവാൻ വേണ്ടി ദൈവം ആ ജനത്തെ ഒന്ന് ആമേൻ ഹാലിലോ ചില കഷ്ടങ്ങളിലൂടെ കടത്തിവിടുവാൻ ഇടയായി തീർന്നു. നാം ആ 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയല്ലോ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദേശം കടന്നു പോകുന്നത് കഠിനമായ ക്ഷാമത്തിലൂടെയാണ്. കഠിനമായ ആ ഭയങ്കരമായ ഒരു പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ്. ദൈവം ന്യായവിധിക്കായിട്ട്, ദൈവം ദേശത്തെ ന്യായം വിധിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ 4 തരം ജീവികളെയാണ്. അവിടെ നാം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. പച്ചപ്പുഴുവും വെട്ടിലും വെട്ടിക്കിളിയും ഒക്കെ കടന്നു വന്നിട്ട് ദേശത്തിലെ സകല സസ്യങ്ങളും ദേശത്തിലെ അവരുടെ സകല വിളവുകളും തിന്നുകളഞ്ഞു. ദേശം ശൂന്യമായി. ദേശത്ത് മനുഷ്യർക്ക് ജീവിക്കുവാൻ ഭയങ്കരമായ ആമേൻ ഹാലിൽ കഠിനമായ ക്ഷാമത്തിലൂടെ ആ ജനം വലയുകയാണ്. എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല, ദൈവിക ശിക്ഷാവിധിയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് പ്രവാചകനായ യോവേലിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നു, പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ. എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ.
ദൈവം വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ പ്രവാചകനിലൂടെ ദേശത്തോട്, പുരോഹിതന്മാരോട്, അവിടെയുണ്ടായിരുന്ന ജനങ്ങളോട്, അവരുടെ മൂപ്പന്മാരോട് വിളിച്ചു പറയാണ്, ശുശ്രൂഷകന്മാരോട് വിളിച്ചു പറയാണ്, നിങ്ങൾ കടന്നു വന്ന് രാത്രിയിൽ രട്ടുടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ സഭായോഗം വിളിക്കണം. ജനത്തെ നിങ്ങൾ കൂട്ടിവരുത്തണം. ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിട്ട് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം ഇതിൽ നിന്ന് വിടുതൽ കൊടുക്കുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 22-ാം അധ്യായം അതിൻ്റെ 30 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനു മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടുവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ മനസ്സാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ ഇരിക്കണമെങ്കിൽ, ദേശത്ത് ന്യായവിധി അയക്കാതെ ഇരിക്കണമെങ്കിൽ, ദേശത്ത് വെട്ടിക്കിളിയുടെയും വിട്ടിലിൻ്റെയും പച്ചപ്പുഴുവിൻ്റെയും ആക്രമണം ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ എൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നിലവിളിക്കുവാൻ ചില വ്യക്തികളെ ദൈവം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തെ ഞാൻ നശിപ്പിക്കാതെ ഇരിക്കണമെങ്കിൽ എൻ്റെ മുൻപാകെ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം ഇവിടെ അന്വേഷിക്കുകയാണ്. കർത്താവ് വന്നിട്ട് പറയുന്നു, അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ആരെയും ഞാൻ കണ്ടില്ല. ആ ദൈവത്തിൻ്റെ ഹൃദയമൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നാം ഒന്ന് മനസ്സിലാക്കിക്കേ. ഒരു വ്യക്തി പോലുമില്ല ദേശത്തിനു വേണ്ടി, ഇടുവിൽ നിന്ന് കരയുവാൻ വേണ്ടി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെയും നിന്നെയും ചില രാജ്യങ്ങളിൽ, ചില ദേശങ്ങളിൽ, ചില കുടുംബങ്ങളിലാക്കിയിരിക്കുന്നത് ഇടുവിൽ നിന്ന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്, വേദനയോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. കർത്താവെ, നീ ദേശത്തെ നശിപ്പിക്കല്ലേ, നിൻ്റെ ന്യായവിധി അയക്കല്ലേ. നാം ദൈവത്തോട് യാചിക്കുവാൻ തയ്യാറായാൽ, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഉപവാസത്തോട് അടുത്തു വരുവാൻ തയ്യാറായാൽ, ദൈവിക ന്യായവിധിയിൽ നിന്ന് ദേശത്തെ വിടുവിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ദൈവിക ന്യായവിധി ആ ദേശത്ത് ദൈവം അയക്കുവാൻ ഇടയായി തീർന്നു. ദൈവജനത്തെ മടക്കി വരുത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ സഭയിലേക്ക് ആ ജനത്തെ മടക്കി വരുത്തുവാൻ വേണ്ടി ചില ന്യായവിധിയിലൂടെ ദൈവം ജനത്തെ കടത്തിവിട്ടു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അത് കണ്ടിട്ടും ആ പ്രവാചകൻ അവരോട് പറയാണ്, നിങ്ങൾ മടങ്ങി വാ, നിങ്ങൾ സഭായോഗം വിളിക്ക്, നിങ്ങൾ ഉപവസിക്ക്, നിങ്ങൾ പ്രാർത്ഥിക്ക്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മോടും ഈ ദൂത് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ജനത്തോട്, ദേശത്തോട് ദൈവം ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നാം മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവിക ന്യായവിധിയിൽ നിന്ന് നാം ഒഴിഞ്ഞു പോകണമെങ്കിൽ, ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് നാം മാറിപ്പോകണമെങ്കിൽ, ദൈവസന്നിധിയിൽ നാം മുഴങ്കാലുകളെ മടക്കുവാൻ തയ്യാറായിത്തീരണം. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ. ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവത്തോട് പറയണം, കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു പോയി, കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി നീ വിടുതൽ അയക്കണമെന്ന് നിലവിളിക്കുവാൻ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദൈവം നമ്മോട് കരുണ തോന്നി, ദൈവം നമ്മോട് കൃപ തോന്നി, ദൈവം നമ്മോട് മനസ്സലിഞ്ഞ് ദേശത്തെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ നാം ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ഹല്ലേലൂയ സഹോദരനായ ലോത്തിനു വേണ്ടി, സഹോദരപുത്രനായ ലോത്തിനു വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനോട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്:
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവത്തോട് പറയാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ലോത്തിനെയും കുടുംബത്തെയും വിടുവിക്കുവാൻ വേണ്ടി, ദൈവിക ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിന്ന് ഹാലേലുയ ദൈവത്തോട് പറയാണ്, കർത്താവെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കല്ലേ. പിന്നെയും ഇങ്ങനെ പറഞ്ഞു വരികയാണ്, 5 നീതിമാന്മാരുണ്ടെങ്കിൽ. ഹാലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ ജനമേ, ആ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഓരോ നമ്പറുകൾ ഇങ്ങനെ പറഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന, ദൈവത്തോട് യാചിക്കുന്ന, ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുകയില്ലെന്ന് കർത്താവ് പറയാണ്. പിന്നെയും പറയുന്നു 45 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ. ഹാലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പിന്നെയും പറയുന്നു ആമേൻ അവിടെ 30 പേരെ കണ്ടാലോ, 20 പേരെ കണ്ടാലോ, 10 പേരെ കണ്ടാലോ കർത്താവിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നങ്ങ് കരയുകയാണ്. ഇടിവിൽ നിന്ന് കർത്താവിൻ്റെ ആ മനസ്സ് ഒന്ന് നാം ചിന്തിച്ച് നോക്കിക്കേ. 10 പേര് പോലും ആ ദേശത്ത് നീതിമാന്മാരില്ലായിരുന്നു. അവിടെ അങ്ങനെയാ പറയുന്നത്, ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അവിടെ അത് കഴിയുമ്പോഴാണ് അവിടെ ഹല്ലേലൂയ അബ്രഹാം തിരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് പോയി. ആ ദൂതന്മാർ ആമേൻ സോദോമിലും ഗോമോറയിലും കടന്നു ചെന്ന് അവിടെ നാശം സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ നീതിമാനായ ലോത്തിനെ, വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ എന്നാണ് അവിടെ പറയുന്നത്, ആ ലോത്തിനെ കർത്താവ് അവിടെ നിന്ന് വിടുവിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇടിവിൽ നിന്ന് നാം കരയുവാൻ തയ്യാറായി തീരണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഹാലേലൂയ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പ്രാർത്ഥിപ്പാനാണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, നാം അത് ചെയ്യുവാൻ തയ്യാറായി തീരണം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 7-ാം അധ്യായമോടെ വായിക്കുമ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടിവരുത്തിയിട്ട് അവിടെ ഹാലേലൂയ അവർ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെയും ഹാലേലൂയ ചില ദൈവിക ന്യായവിധികൾ ഹാലേലൂയ ദൈവത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടേണ്ടതിന് വേണ്ടി അവർ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വചനത്തിലൂടെ നീളം നാം നോക്കുകയാണെങ്കിൽ, വേദപുസ്തകത്തിലുടനീളം നാം നോക്കുകയാണെങ്കിൽ എസ്രാ ശാസ്ത്രി പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറായി തീർന്നു. ഹാലൻ നെഹമ്യാവ് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ഇടിവിൽ നിൽപ്പാനും ഇടയായി തീർന്നു. അതുപോലെ തന്നെ എന്നെയും നിന്നെയും നാം ദൈവം ദേശങ്ങളിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹാലേലൂയ സന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുവാൻ വേണ്ടിയാണ്. നാം ദൈവമുഖത്തേക്ക് നോക്കുന്ന തീരണം. യഹൂദ ജനത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ വേണ്ടി, അവരെ മടക്കി വരുത്തുവാൻ വേണ്ടി, ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി ദൈവം ഹാലേലൂയ പ്രവാചകനിലൂടെ അവിടെ ദൈവജനത്തോട് അല്ലെങ്കിൽ യഹൂദ ജനത്തോട് പറയുന്നതാണ് നാം വായിക്കുവാനിടയായി തീർന്നത്. അവരോട് പറയാണ്, ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ, യഹോവയോട് നിലവിളിപ്പിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ നാം യഹോവയോട് നിലവിളിക്കുവാൻ ഇടയായി തീരണം. നിലവിളിക്കുന്നവരുടെ നിലവിളി കേട്ടിട്ട് ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം എന്നും നമ്മെ ശിക്ഷിക്കുന്ന ദൈവമല്ല. നാം മടങ്ങി വന്നാൽ അവൻ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായി തീരും. ഇവിടെ യോവേൽ പ്രവചനത്തിൽ തന്നെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ വന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നപ്പോൾ ദൈവത്തോട് അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. 18-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കും.
ഇടയാക്കുകയുമില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവിക ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധി താഴുന്നു. കർത്താവെ, കുറവുകളെ ക്ഷമിക്കണമേ. ഈ വചനം കേൾക്കുന്ന മക്കളെ വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.